ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ നമുക്ക് ഒത്തുചേരുവാൻ ഇടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ രണ്ടാമത്തെ സെഷൻ 4 പ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. കർത്താവിൻ്റെ ദാസൻ A.T. തോമസ് അവർകൾ ആണ് ആ സബ്ജക്റ്റ് എടുത്തത്. എന്നാൽ ഇന്ന് അവസാനത്തെ 4 പ്രവാചകന്മാര്, അവരെ കുറിച്ചാണ് ഇന്ന് പഠിക്കുവാനുള്ളത്. സഫന്യാവ് മുതൽ ഉള്ള പ്രവാചകന്മാരാണ്. 12 പ്രവാചകന്മാര് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, അവര് മൈനർ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ ചെറിയ പ്രവാചകന്മാരെന്ന് അവരെ കുറിച്ച് പറയുമെങ്കിലും അവരുടെ കണ്ടന്റിൽ അല്ലെങ്കിൽ അവര് കൈകാര്യം ചെയ്ത വിഷയത്തിൽ അവര് ചെറിയ പ്രവാചകന്മാരല്ല. അവർ ഉന്നതമായ ഇസ്രയേലിന്റെ ഭാവിയെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും, അതുപോലെ സഖറിയ പ്രവചനത്തില് ദൈവത്തിന്റെ വലുതും ഭയങ്കരവുമായ ദിവസത്തെക്കുറിച്ചും, യോവേൽ പ്രവചനത്തിലും അതുപോലെ സഫന്യാവിന്റെ പ്രവചനത്തിലും ഒക്കെ വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ തീർച്ചയായിട്ടും ഈ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ചെറിയ പ്രവാചകന്മാർ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രത്തിന്റെ ഗതിയെ നിയന്ത്രിച്ചവരാണ് ചെറിയ പ്രവാചകന്മാര്. അപ്പോൾ ബൈബിൾ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ചെറിയ പ്രവാചകന്മാർക്ക് ശേഷം 400 വർഷം ദൈവം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇടപെടുന്നില്ല. ദൈവം നേരിട്ട് അവരോട് ഇടപെടുന്നില്ല. സൈലന്റ് ഇയേഴ്സ്, 400 സൈലന്റ് ഇയേഴ്സ് എന്ന് ആ കാലഘട്ടത്തെ വിവക്ഷിക്കുന്നുണ്ട്. കാരണം ദൈവവുമായിട്ടുള്ള അവരുടെ സജീവ ബന്ധം അവർ ദൈവത്തെ വിട്ടുമാറിയത് കൊണ്ട് അവസാനിച്ചു. അതുകൊണ്ടാണ് ദൈവം അവരോട് മിണ്ടാതിരിക്കുന്നത്. അഥവാ ദൈവം അവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ദൈവം പിന്നെ സംസാരിക്കുന്നത് നിർത്തി. ഇനി അത് നമ്മുടെ ഈ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ദൈവത്തെ വിട്ടുമാറി ദൈവം എന്തെങ്കിലും ഒരു പരാതി തൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ദൈവത്തോട് നാം സംസാരിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ ദൈവം പറയുന്നത് ദൈവം നിർത്തും. അതുകൊണ്ടാണ് 400 സൈലന്റ് ഇയേഴ്സ്, 400 വർഷം ദൈവം അവരോട് സംസാരിക്കുന്നത് നിർത്തി. ഈ 400 വർഷം കഴിഞ്ഞ് പിന്നീട് ദൈവം ഏലിയാവിന്റെ ആത്മാവോടുകൂടി വന്ന യോഹന്നാൻ സ്നാപകൻ മുഖാന്തരമാണ് ഈ ജനത്തോട് സംസാരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവർക്ക് മാനസാന്തരപ്പെടുവാൻ കുറെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ കർത്താവിനെ മശികയായിട്ട് അംഗീകരിക്കുവാനോ അങ്ങനെ ദേശീയമായ ഒരു മാനസാന്തരമോ അവര് നിർവഹിച്ചില്ല. അതുകൊണ്ട് അവര് റോമൻ ഭരണത്തിന്റെ കീഴിൽ ശക്തമായി മുറിവേൽക്കപ്പെടുകയും അവര് ഉപദ്രവിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ദൈവം അവരോട് ക്ഷമിച്ചു, അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതൊരു വലിയ സത്യമാണ്. ഇവിടെ സഫന്യാവ് പ്രവചിച്ച കാലഘട്ടം, സഫന്യാവിന്റെ പ്രധാനപ്പെട്ട യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. ഞാൻ ആദ്യത്തെ 4 പ്രവാചകന്മാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഡേ ഓഫ് ദ ലോർഡിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ദൈവത്തിന്റെ ന്യായവിധി ഇസ്രയേലിന്റെ മേലും ജാതികളുടെ മേലും നിർവഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡേ ഓഫ് ദ ലോർഡ് ആൻഡ് ഡേ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നാളും അതുപോലെ യഹോവയുടെ ദിവസവും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ക്രിസ്തുവിന്റെ നാൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ പ്രതിഫലത്തിനായി നിൽക്കുന്ന നമ്മുടെ പ്രവൃത്തികളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ദിവസമാണ് ക്രിസ്തുവിന്റെ നാൾ എന്ന് പറയുന്നത്. എന്നാൽ യഹോവയുടെ ദിവസം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദിവസം എന്ന് പറയുന്നത് ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്ന, താൻ ഭൂമിയിലേക്ക് അയച്ച മശിഹയെ
വിശ്വസിക്കാതിരുന്ന ലോകത്തെ ന്യായം വിധിക്കുന്ന ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഭാവി രൂപീകരിക്കപ്പെടുന്ന ഒരു വലിയ കാലഘട്ടം, അഥവാ 1007 വർഷങ്ങൾ എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. 7 വർഷത്തെ മഹോപദ്രവത്തിന്റെ സമയവും അതോടൊപ്പം 1000 വർഷത്തെ കർത്താവിന്റെ ഭൂമിയിൽ ആക്ഷരികമായ ഭൂമിയിലുള്ള ഭരണവും. ഇത്രയും കാലഘട്ടം ദൈവം ലോകത്തോട് ഇടപെടുന്ന, ഇസ്രയേലിനോട് ഇടപെടുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. സെഫന്യാവിന്റെ പ്രവചനം, അതിൻ്റെ ആദ്യത്തെ അധ്യായം 18 വാക്യങ്ങളാണ്. അതിൻ്റെ 1-ാം അധ്യായം ഒരു 3 വാക്യം വെച്ച് ഒന്ന് വായിക്കണം. 1-ാം അധ്യായം. ഞാൻ ആകാശത്തിലെ അവയെയും അവജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും വിഷന്മാരുടെ കൂടെ ഡ്രസ്സുകളെയും പ്രവചിക്കും. ഞാൻ ഭൂതത്തിൽ നിന്ന് മനുഷ്യനെ ചേർത്തതായി എന്ന് യഹോവയുടെ പാടും. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ആകാശത്തിന്റെ സൈന്യത്തെ സംസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും ഭർത്താവിനെ ചൊല്ലിയും ശബ്ദം ചെയ്ത് സംസ്കരിക്കുന്നവരെയും യഹോവ വിട്ടു പിന്മാറിയവരെയും യഹോവയെ അന്വേഷിച്ച് അവരെ കുറിച്ച് ചോദിക്കുക ചെയ്യാത്തവരെ ചേർക്കുക. യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ വിടാതിരിക്കാം. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഈ ആവശ്യത്തിൽ ക്ഷമിച്ചവരെ വിശദീകരിച്ചിരിക്കുന്നു. എന്നാൽ യഹോവയുടെ യാതൊരുമില്ല ഞാൻ ചുരുക്കന്മാരെയും രാജാക്കന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സംരക്ഷിക്കും. അന്നാളിൽ ഞാൻ കുമ്പളത്തിൽ ചാടിക്കിടക്കുന്ന ഏവരെയും സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നയിക്കുന്നവരെയും രണ്ടാമത്തെ നഗരാംശത്തിൽ നിന്ന് ഒരു മുറവിലും കുന്നുകളിൽ നിന്ന് ഒരു മരുന്നടനാദവും ഉണ്ടാകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മക്പേസ് നിവാസികളെ മുറയിടുകയും വ്യാപാരജനമൊക്കെയും നശിച്ചു പോയല്ലോ. സകല ദ്രവ്യവാഹകന്മാരും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആ കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ ഒളിച്ചു കിടന്നാൽ യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ സമ്പത്തെ കവർച്ചയും അവരുടെ വീടുകൾ ശൂന്യവുമായി തീരും. അവർ വീട് പണിയും കാഴ്ചയില്ലതാനും അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കണം വീഞ്ഞ് കുടിക്കയില്ലതാനും. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ബോധ ദിവസവും കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള പട്ടണങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. നമുക്കറിയാം, ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു അതിശയോക്തിപരമായ ഒരു ഭാഷ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. എപ്പോഴും പ്രവാചകന്മാര് തങ്ങളുടെ പ്രവാചക വാക്യങ്ങൾ എഴുതുമ്പോൾ ആലികരിക്കലായിട്ടും പ്രതിരൂപാത്മകമായിട്ടും അതുപോലെ ഉള്ള ഒരു പോയറ്റിക്കൽ ലാംഗ്വേജ് ആണ്, കാവ്യാത്മകമായ ഭാഷയാണ് അവര് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട്
ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു നമുക്കൊരു അതിശയോക്തി ഈ കാര്യത്തിൽ ഉണ്ടാകുവാൻ ഉള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രവാചകന്മാരുടെ ഭാഷ വ്യക്തമായും അത് തന്നെയാണ്. അവര് ഇസ്രയേലിനെ സംബന്ധിച്ചും ഇസ്രയേലിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജാതികൾക്കും എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള ആ കാര്യമാണ് സെഫന്യാവ് പ്രത്യേകമായിട്ട് നമ്മെ അറിയിക്കുന്നത്. യഹൂദയുടെ രാഷ്ട്രീയവും മതപരവുമായ ചരിത്രത്തിൽ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു. നമുക്കറിയാം, ഇവിടെ യഹൂദ രാജാവും ആമോന്റെ മകനുമായ യോശിയാവിന്റെ കാലത്ത് ഹിസ്കിയാവിന്റെ മകനായ അമരിയാവിന്റെ മകനായ ഗദല്യാവിന്റെ മകനായ കൂശിയുടെ മകനായ സെഫന്യാവിന് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. അപ്പൊ സെഫന്യാവ് രാജവംശത്തിൽപ്പെട്ട ആളാണ്. അപ്പോ ഹിസ്കിയ രാജാവിന്റെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് സൺ, കൊച്ചു മകനായിട്ട് വരും സെഫന്യാവ്. അപ്പൊ രാജവംശത്തിൽ നിന്ന് തന്നെ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ആ പ്രവാചകൻ ഇസ്രായേലിന്റെ നവീകരണത്തിന്റെ പ്രധാന കാരണമായിട്ട് ദൈവം ഉപയോഗിച്ചത് സെഫന്യാവിന്റെ ശക്തമായ പ്രവചനമാണ്. ബാഹ്യമായ ഒരു ഉണർവ് ഉണ്ടായെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ ഉണർവ് ഉണ്ടാകണം. അതിനുവേണ്ടി കുറെ കൂടെ വ്യക്തിപരമായ ഭാഷയിൽ ഉണർവ് സെഫന്യാവ് സംസാരിക്കുന്നുണ്ട്. സെഫന്യാവ് യഹോവയുടെ ന്യായവിധി ദിവസത്തെക്കുറിച്ച് ജനത്തെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. ഇസ്രയേലും അടുത്തുള്ള ജാതീയ രാജ്യങ്ങളും ദൈവത്തിന്റെ ശിക്ഷണത്തിന് കീഴിൽ അകപ്പെടും. ദൈവം ഗോഡ് ഈസ് നോ റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. മുഖം നോക്കുന്ന ആളല്ല ദൈവം. ഇസ്രായേലിനെയും അതോടൊപ്പം ജാതികളെയും ഒരുപോലെ ദൈവം ന്യായം വിധിക്കും എന്നുള്ള, അങ്ങനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഒരു സഭയായിട്ട് കൂടി വരുമ്പോൾ സഭയുടെ മൊത്തമായിട്ട് സഭയുടെ ഉണർവ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഉണർവ്, അവർ പേഴ്സണൽ റിവൈവൽ ഇൻ അവർ ഹാർട്ട്, അവർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം എന്താണ്? പുറമേ യോഗത്തിന് വരാനും സാക്ഷ്യം പറയാനും ബാഹ്യമായ കാര്യങ്ങളൊക്കെ കാണിക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എന്തുമാത്രം നമുക്കുണ്ട് എന്നുള്ളത് ആ സെഫന്യാവിന്റെ പ്രവചനം, സെഫന്യാവ് ഇസ്രായേൽ മക്കളോടും അതോടൊപ്പം ജാതികളോടും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം വ്യക്തികളെ ന്യായം വിധിക്കുന്നു. ജാതീയമായിട്ടോ, നോട്ട് ആസ് എ നേഷൻ വൈഡ്, ജാതീയമായിട്ട് മാത്രമല്ല ദൈവം വ്യക്തികളെയും ന്യായം വിധിക്കുന്നു എന്ന് സെഫന്യാവ് വ്യക്തമായിട്ട് പറയുകയാണ്. ആക്ച്വലി ഇവിടെ ഈ ഭാഗത്ത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വെളിവാക്കുവാനായിട്ട് പോവുകയാണ്. ഹിഡൻ എന്നുള്ള ആ വാക്ക് ഗ്രീക്ക് ലാറ്റിൻ വാക്കുകളിൽ സെഫന്യാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. ഗ്രന്ഥകാരൻ പ്രവചനത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ഗ്രന്ഥകാരനെ കുറിച്ച് നാം കേൾക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 21:16 വാക്യം ഒന്ന് വായിക്കണം. 2 Kings 21:16. മനശ്ശെ യെഹൂദയെ കൊണ്ട് ജയിച്ചു പാപം കൂടാതെ അവൻ യെരൂശലേമിൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിരപ്പാൻ തക്കവണ്ണം കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വളരെ ചിന്തിച്ചു. അന്ന് നടക്കുന്ന ഗുരുതരമായ സാഹചര്യത്തെ കുറിച്ചുള്ള ഒരു മെൻഷനിങ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഈ ഹിസ്കിയ രാജാവിന്റെ മകനായ ഗദല്യാവിന്റെ മകനായ കൂശിയുടെ മകനായ സെഫന്യാവ്. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന അടുത്ത ഒരു അനന്തര തലമുറയാണ്. എന്നാൽ ദൈവം ജനത്തെ ന്യായം വിധിക്കുവാൻ അവരോട് സംസാരിക്കേണ്ടതിന് ദൈവം സെഫന്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം സെഫന്യാവിന്റെ പ്രവചനം എഴുതിയ കാലഘട്ടം മുഖവുരയിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് BC 640-നും 69, BC 669-നും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. അവിടെ നിനവയുടെ പതനം നടക്കുന്നത് BC 612-ലാണ്. ഭാവി കാലത്ത് സംഭവിക്കുവാൻ ഇരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് സെഫന്യാവ് തന്റെ പ്രവചനം ജനത്തെ അറിയിക്കുന്നത്. അപ്പോൾ അത് സെഫന്യാവിന്റെ കാലത്തിന്റെ ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന ഒരു സംഭവമായിട്ട്
അറിയിക്കുന്നു. ഈ കാലത്തിന് ഇടയ്ക്കാണ് ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. മനശ്ശെയുടെയും ആമോന്റെയും ഭരണകാലത്തുണ്ടായ ദുഷ്പ്രവൃത്തികൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് സെഫന്യാവിന്റെ ശുശ്രൂഷ യഹൂദയെ ഒരു മാറ്റത്തിനു വേണ്ടി ഒരുക്കുവാൻ പര്യാപ്തമായിരുന്നു. യഹൂദ ജാതിയെ അവരുടെ ഹൃദയത്തിന് വ്യത്യാസം വന്നിട്ട് ഒരു മാറ്റത്തിനു വേണ്ടി അവരെ പ്രിപ്പയറിംഗ് ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ ടു ഹാവ് എ ചേഞ്ച്. ഒരു വലിയ വ്യത്യാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അവർ ദൈവത്തോട് അടുക്കണം. യോശിയാവ് തന്റെ 8-ാമത്തെ വയസ്സിൽ രാജാവായി. 16-ാമത്തെ വയസ്സായപ്പോൾ തന്നെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തുടങ്ങി. തന്റെ ആദ്യത്തെ നവീകരണം തന്റെ വാഴ്ചയുടെ 12-ാം വർഷം ബാൽ വിഗ്രഹങ്ങളെ ഉടച്ചു കളഞ്ഞുകൊണ്ട് ആരംഭിച്ചു. അത് BC 628 അത് സംഭവിക്കുന്നത്. അപ്പോൾ ഹിസ്കിയ രാജാവ് ആ ഉണർവിന്റെ ആരംഭം കുറിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമുക്കിതിന്റെ ഒരു പശ്ചാത്തലം, ഈ ലേഖനം എഴുതിയതിന്റെ ഒരു കാലവും പശ്ചാത്തലവും നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെയുള്ള ജനങ്ങള് അന്യ ദൈവത്തെ ധൂപം കാട്ടുവാൻ അവർ പോയിക്കൊണ്ടിരുന്നു. അത് ഒരളവിൽ നിർത്തലാക്കി. ഇവിടെ ഇതിന്റെ പശ്ചാത്തലത്തിൽ അശേരാ പ്രതിഷ്ഠകൾക്ക് ധൂപം കാട്ടുന്നതും അതുപോലെ അന്യ ദൈവത്തിന് ധൂപം കാട്ടുവാൻ പോകുന്നത് ഭാഗികമായിട്ടെങ്കിലും നിർത്തലാക്കുന്നുണ്ട്. അത് BC 622 2-ാമത്തെ പുരോഹിതനായ ഹിൽക്കിയാവ് ന്യായപ്രമാണ പുസ്തകം കണ്ടെടുക്കുന്നു. BC 622 ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി 2 ദിനവൃത്താന്തം 34-ന്റെ 8-ാം വാക്യത്തിൽ അത് നമുക്ക് കാണാം. ഈ കാലക്കണക്ക് നോക്കുമ്പോൾ സെഫന്യാവിന്റെ പ്രവചനം BC 630-നും 625-നും ഇടയ്ക്ക് സംഭവിച്ചുവെന്ന് കണക്കാക്കാം. അപ്പൊ മനശ്ശെയും ആമോന്റെയും ദുർഭരണം 57 വർഷം നീണ്ടു നിന്നു. അത് യഹൂദയുടെ പൂർണ്ണമായ നവീകരണം സാധിക്കാതെ വണ്ണം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പൊ ഈ രാജാക്കന്മാരുടെ ദുഷ്പ്രവൃത്തിയുടെ കാലത്താണ് നമ്മള് സെഫന്യാവിന്റെ അത് വായിക്കുമ്പോൾ, ഞാൻ ഭൂതലത്തിൽ സകലത്തെയും സംഹരിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും. ഞാൻ ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ഒരു ടോട്ടൽ അനിഹിലേഷൻ, അല്ലെങ്കിൽ ഒരു സംഹാരത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇത്രമാത്രം ശക്തമായിട്ട് യഹോവയെ 6-ാം വാക്യത്തിൽ യഹോവയെ വിട്ട് പിന്മാറിയവരെയും ദൈവത്തെ അന്വേഷിക്കുകയോ അവനെ കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു കളയും. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആമോന്റെയും മനശ്ശെയുടെയും ഹിസ്കിയാവിന്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള സംഭവം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കാതെ ഭൗമികമായ മെറ്റീരിയലിസം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയെ അവർക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പം അവരെ എല്ലാ നിലയിലും മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ ദൈവം ഒരു രാജ്യത്തിന്റെ മേൽ വരുത്തുന്ന ശിക്ഷാവിധി മനുഷ്യനെ മാത്രമല്ല, മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന മൃഗങ്ങളെ പോലും അത് ബാധിക്കുമെന്ന് ഇവിടെ പറയുകയാണ്. എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ദൈവത്തിന്റെ ശിക്ഷാവിധിയെ കുറിച്ചാണ് അത് കാണിക്കുന്നത്. പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ജാതികളെയും ഈ ശിക്ഷയ്ക്ക് വിധേയനാക്കും. അന്നാളിൽ ഞാൻ വാതിൽപ്പടി ചാടിക്കടക്കുന്ന ഏവരെയും അക്രമവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകൾ നിറയ്ക്കുന്നവരെയും ശിക്ഷിക്കും. ഇവിടെ ഒരു പ്രയോഗമുണ്ട്, വാതിൽപ്പടി ചാടിക്കടക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? കാരണം ഈ ആളുകളൊക്കെ ജീവിതത്തിൽ അക്രമവും അതുപോലെ ഈ സമൂഹത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ചിന്താഗതിയോടുകൂടി അവര് ഓടിപ്പോവുകയാണ്. അപ്പം വാതിൽക്കലൂടെ ചവിട്ടിക്കയറുവാൻ അവർക്ക് നേരമില്ല. പിന്നെ എന്ത് ചെയ്യുക? അത് അവിടെ അവരുടെ വ്യഗ്രതയെയും സ്പീഡിനെയും കാണിക്കുന്നതാണ്. ജാഗ്രതയെയും അവരുടെ ഓട്ടത്തിന്റെ സ്പീഡിനെയും കാണിക്കുന്നതാണ് ഈ വാതിൽപ്പടി ചാടിക്കടക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഞാൻ ശിക്ഷിക്കും എന്ന് പ്രവാചകൻ അവരോട് അറിയിക്കുകയാണ്.
ഇവിടെ അനീതി വിദൂര ഭാവിയിൽ യഹൂദരുടെ മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് സെഫന്യാവ് പ്രവചിച്ചത്. യഹോവ വിശുദ്ധനും നീതിമാനും എന്ന് വെളിപ്പെടുത്തുന്നു. സോ ഈ ന്യായവിധിയിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുന്ന സത്യം എന്ന് പറയുന്നത് our almighty God is just. He is a righteous God. നീതിമാനായ ദൈവമാണ്. അപ്പോൾ ആരെങ്കിലും ഒരാള് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, ഹബക്കൂക്ക് അങ്ങനെ ചോദിച്ചത് നമുക്കറിയാം. ഹബക്കൂക്ക് ദൈവം മിണ്ടാതിരിക്കും. ഗോഡ് ഈസ് സൈലന്റ്, ഗോഡ് ഈസ് ഇന്നാക്റ്റീവ്, ദൈവം ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദൈവം സൈലന്റ് ആണെങ്കിലും നോട്ട് സ്റ്റിൽ, ദൈവം അല്പസമയം മിണ്ടാതിരിക്കുന്നെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. ഗോഡ് മേ ബി സൈലന്റ് ബട്ട് നോട്ട് സ്റ്റിൽ. അവൻ അനങ്ങാതിരിക്കുന്നില്ല. അവൻ തന്റെ ന്യായവിധി നടത്തുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെതായ സമയമുണ്ട്. ഇവിടെ ന്യായവിധി ഭാവികാലപരമായിട്ടാണ് സെഫന്യാവ് സംസാരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 16 വരെ. ഗസ നിർജ്ജനമാകും. 4-ാം വാക്യം. യഹോവയുടെ വചനം നിങ്ങൾ വിരോധമായിരിക്കുന്നു. നിനക്ക് വിവാസിയാകുമ്പോൾ ഞാൻ നിന്നെ നശിപ്പിക്കും. സമുദ്രതീരം ഇടയന്മാർക്ക് കുഴികളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉള്ളമായി തീരും. മതി. അപ്പൊ ഇവിടെ വലിയവനായ ദൈവം എവിടെയൊക്കെയാണ് തന്റെ ശിക്ഷാവിധി നടത്തുന്നത്, അതിന്റെ ആ മോഡ് ഓഫ് ഓപ്പറേഷൻ സെഫന്യാവ് നേരത്തെ തന്നെ പറയുകയാണ്. പ്രാവചനികമായിട്ടാണ് യെരമ്യാവ് അത് പറയുന്നത്. എന്നാൽ സകല ലോകത്തെയും ന്യായം വിധിക്കുന്ന ഭാവികാലപരമായ ഒരു സമയമുണ്ട്. പ്രവാചകന്മാരുടെ എല്ലാ പ്രവചനത്തിനും ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഉടനെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ തന്നെ ഭാവികാലപരമായിട്ട് ഒരു കാര്യം. ഇപ്പൊ യോവേൽ പ്രവചനത്തിൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നു. അപ്പം പിന്നെ അന്ന് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും എന്ന് യോവേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ആ അന്നത്തെ കാലഘട്ടത്തിലെ റിവൈവലിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം ഭാവികാലപരമായിട്ട്, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവം ഈ ദേശത്തിന് വരുത്തുന്ന വ്യത്യാസത്തോടനുബന്ധിച്ച് അവരെല്ലാവരും ദൈവത്തിന്റെ വാക്കുകളെ പ്രസ്താവിക്കുന്നവരാകും എന്ന് ഉള്ള ഒരു ഭാവികാലപരമായ ഒരു അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റും അതിനുണ്ട്. ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഭാവികാലപരമായ കോണ്ടെക്സ്റ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദനാണെങ്കിലും അപ്പം സെഫന്യാവിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. വെദർ യു ആർ എ ജൂ ഓർ എ ജെന്റൈൽ, God is going to punish you if you go away from the presence of the Lord. ദൈവത്തിങ്കൽ നിന്ന് നീ പിന്മാറിപ്പോയാൽ, നീ യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും ദൈവം നിന്നെ ശിക്ഷിക്കും. റോമാലേഖനം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവം ആദ്യം യഹൂദനോട് ഇടപെടുന്നു, പിന്നീട് ജാതികളോട് ഇടപെടുന്നു. പിന്നെ യഹൂദനാണെങ്കിലും ജാതിയാണെങ്കിലും സർവ്വലോകവും ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരായി തീർന്നിരിക്കുന്നു എന്ന് പറയാൻ, ദൈവത്തിന് മുമ്പിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഏതെങ്കിലും ഇപ്പൊ യഹൂദന് തന്റെ ജാതിയുടെ മഹത്വം കൊണ്ട്, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് ഉള്ള പേരുകൊണ്ട് അവർക്കൊന്നും ക്ലെയിം ചെയ്യുവാനില്ല. ദൈവത്തിന്റെ നീതിയുടെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ തെറ്റുകാരാണ്, പാപികളാണ് എന്നുള്ള വിഷയം ദൈവം ഈ പ്രവാചകനിലൂടെ തന്നെ ഇവിടെ സ്ഥാപിക്കുകയാണ്. യഹൂദയ്ക്കൊരു മുന്നറിയിപ്പായിട്ടും മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനമായിട്ടും ആണ് സെഫന്യാവ് ഇത് എഴുതുന്നത്. 2-ാം വാക്യത്തിൽ നിന്ന് 2-ന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, നാണമില്ലാത്ത ജനതയെ നിശ്ചിത സമയം വരുന്നതിനും ആ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നതിനും മുൻപേ, യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിനും മുൻപേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിനും മുൻപേ കൂടി വരുവീൻ, അതെ കൂടി വരുവീൻ,
യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ എളിമയുള്ള ഏവരുമേ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. Those who are seeking the grace of God, you will be hidden in the presence of the Lord. അല്ലെ, നിങ്ങള് സൗമ്യതയും നീതിയും അന്വേഷിക്കുന്നവരാണെങ്കിൽ യഹോവയുടെ ദയ കൊണ്ട് നിങ്ങളെ മറയ്ക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നോട് കേട്ട് എന്നോട് പഠിപ്പിൻ, എന്റെ മുഖമെടുത്ത് അന്വേഷിപ്പിൻ. തന്റെ ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം, ബെയർ ദ ക്രോസ് ആൻഡ് ഫോളോ മീ, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. ദയയും താഴ്മയും നീതിയും അതായിരിക്കണം ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഭാവം എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അല്ലേ, നമ്മുടെ ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ ദയയും താഴ്മയും ഉള്ളവരായിരിക്കണം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോ നമ്മുടെ ജീവിതത്തിലെ സൗമ്യത, താഴ്മ, ഇതൊന്നും ഇല്ലാത്തവരായിരുന്നു നമ്മള്. എന്നാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഇതൊക്കെയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഭക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നു, ബി മൈ ഡിസൈപ്പിൾ, എൻ്റെ ഒരു ശിഷ്യനായിട്ട് തീരുവാൻ നിങ്ങൾക്ക് ഇടയാകണം. ഇപ്പം നമുക്കറിയാം, നമ്മള് ഒത്തിരി പേരെ രക്ഷിക്കപ്പെടുത്തുവാൻ അല്ലെങ്കിൽ വീണ്ടും ജനനം ഇന്നൊക്കെയുള്ള ഒത്തിരി പദങ്ങൾ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, മേക്ക് ദം ഡിസൈപ്പിൾസ്, അല്ലെ, ശിഷ്യരാക്കുവാനാണ് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ശിഷ്യത്വമാണ്. ശിഷ്യനെന്ന് പറഞ്ഞാൽ ഫോളോയിങ് ദ കമാൻഡ്മെന്റ് ഓഫ് ദ മാസ്റ്റർ, ഗുരുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആളാണ് ശിഷ്യൻ, അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് വി നീഡ്. അതാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ പ്രവാചക പുസ്തകങ്ങൾ പഠിക്കുമ്പോഴും അതിലൂടെ നമുക്ക് ലഭിക്കേണ്ട പാഠം എന്ന് പറയുന്നത്, ബി എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, ബി എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. കേവലം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാം എന്നുള്ളതിനേക്കാൾ അറിയുന്നത് അനുസരിക്കുവാനായിട്ട് ഇടയാകണം. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കാർക്കും ചെവിയില്ലേ? എന്തോ ആ പ്രയോഗത്തിന്റെ അർത്ഥം? ചെവിയുള്ളവൻ കേൾക്കട്ടെ, എന്തോ അതിന്റെ അർത്ഥം? ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയും. ഇപ്പൊ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മൾ സാറിന് പറയും, എടാ ഇതൊന്ന് കേൾക്കടാ, കേൾക്കാഞ്ഞിട്ടാണോ? എന്തോ അതിന്റെ അർത്ഥം? നമ്മുടെ അമ്മച്ചിമാര് പറയും, എടാ കുഞ്ഞെ ഇതൊന്ന് കേൾക്കടാ എന്ന് പറയും. എന്തോ അതിന്റെ അർത്ഥം? എടാ ഞാൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേൾക്കുന്നത് അനുസരിക്കട്ടെ, അനുസരിക്കുവാനായിട്ട് പഠിക്കണം, അല്ലെ? അതാണ് അതിന്റെ മീനിങ്. ഇവിടെ പ്രവാചകനും പറയുന്നത് അത് തന്നെയാണ്. യു ലിസൺ എന്നുള്ളത്. തന്റെ ജനത്തെ രക്ഷിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രമാത്രം മൈനർ പ്രോഫറ്റ്സിനെയും മേജർ പ്രോഫറ്റ്സിനെയും ഒക്കെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്? അവര് പറയുന്ന ചരിത്രം, അവർ പറയുന്ന സ്റ്റോറികൾ, അതുപോലെ ചെറിയ പ്രവാചകന്മാർ പറയുന്ന ചരിത്ര സംഭവങ്ങൾ, അന്നത്തെ രാജാക്കന്മാരോട് പറയുന്ന അവരുടെ നിയമങ്ങൾ, അനുശാസനങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും പിൽക്കാലത്ത് ഇത് വായിക്കുന്ന നമുക്കും എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഉണർവുണ്ടാകണം. നമ്മളിത് വായിച്ചിട്ട് നമുക്കൊരു വ്യത്യാസം ഉണ്ടാകണം. അതുപോലെ ഇപ്പൊ പൗലോസിന്റെ ലേഖനങ്ങൾ, അദ്ദേഹം 13 ലേഖനങ്ങൾ എഴുതി എന്ന് പറയും. അപ്പോൾ ഈ ലേഖനങ്ങളിലെല്ലാം ഇൻസ്ട്രക്ഷൻസ് ആണ്. ആദ്യ ഭാഗം ഡോക്ട്രൈനൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അവസാനത്തെ ഏത് ലേഖനങ്ങളെയും രണ്ടായിട്ട് തിരിക്കുക. ആദ്യ പകുതി ഡോക്ട്രിൻ, രണ്ടാമത്തെ പകുതി പ്രാക്ടിക്കലാണ്. ഈ പറയുന്ന ഡോക്ട്രിൻ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അതുകൊണ്ടാണ് ഇത്രയധികം ലേഖനങ്ങളും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പിന്നീട് ദൈവം തന്റെ ഉടമ്പടിയുമായുള്ള വിശ്വസ്തത, ഒരു ഭാവികാല പ്രത്യാശയും സന്തോഷവും അവർക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. കേവലം
ഇതെല്ലാം അനുസരിക്കണമെന്ന് മാത്രമല്ല, ഇതനുസരിച്ചാൽ ഭാവികാരപരമായി ദൈവത്തോടു കൂടെയുള്ള വാസം. ഇപ്പൊ ഇവിടെ യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ അവർ 1000 ആണ്ടിൽ ഒരു ആസ് എ നേഷൻ ദേ വിൽ ബി ടോട്ടലി റീസ്റ്റോർഡ്. ഒരു രാജ്യം എന്നുള്ള നിലയിൽ സമ്പൂർണമായി അവരെ മടക്കിക്കൊണ്ട് വരുത്തിയിട്ട് കർത്താവായ യേശുക്രിസ്തു അവരെ ഭരിക്കുമ്പോൾ സന്തോഷപ്രദമായ നീതിന്യായപരമായ ഒരു ഭരണം നടത്തുവാൻ പോകുന്നു എന്ന് സെഫന്യാവ് പറയുന്നു. ഇനി സെഫന്യാവിന്റെ പുസ്തകത്തില് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിൽ 2 ഭാഗത്ത് കർത്താവ് സെഫന്യാവിന്റെ പുസ്തകം ഉദ്ധരിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13:4. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികം പറവകൾ വന്ന് അത് തിന്നുകളാം, ചിലത് പാത്രത്തിൽ ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണ് താഴ്ചയിലായി ക്ഷണത്തിൽ മുളച്ചു. ഓക്കെ, ഞാൻ ആകാശത്തിലെ പറവജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഹരിക്കും, ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയും. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് അത് എടുത്ത് കോട്ട് ചെയ്യുന്നത്. ഇനിയും മത്തായി 24:29. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുട്ടുപോയി, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ കുലുങ്ങിപ്പോയി. ഓക്കെ, സെഫന്യാവ് 1:15. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവും ഉള്ള ദിവസം, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം. അത് ഈ കോണ്ടെക്സ്റ്റ് തന്നെയാണ് കർത്താവ് സെഫന്യാവിൽ നിന്നാണ് അത് കോട്ട് ചെയ്യുന്നത് എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ഈ 2 ഭാഗവും കർത്താവിന്റെ 2ാം വരവിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് ദ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് അല്ലെ, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. സഭയ്ക്ക് വേണ്ടി വരുന്ന ഉൽപ്രാപണമല്ല, അല്ലെ, നോട്ട് ദി റാപ്ചർ ഓഫ് ദ ചർച്ച് ബട്ട് ദ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ദ ചർച്ച്. കർത്താവ് തന്നെ ജനത്തെ കൂട്ടിച്ചേർക്കും, വിജയശ്രീ ലാളിതനായി ഭരിക്കുകയും ചെയ്യും. അപ്പോ ഗ്ലോറിയസ് അപ്പിയറൻസിന് ശേഷമാണ് ഭൂമിയിൽ ഒരു 1000 ആണ്ട് വാഴ്ചയുണ്ടാകുന്നത്, കർത്താവ് രാജാവായി ഭരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഭരണത്തിന് വേണ്ടിയാണ് യഹൂദന്മാർ ഇന്നും കാത്തിരിക്കുന്നത്. കർത്താവ് ലോകത്തിലേക്ക് വരുമ്പോൾ അന്നും അവർ കാത്തിരുന്നത് അവരുടെ മശിഹയ്ക്ക് വേണ്ടിയാണ്. പഴയ നിയമത്തിൽ സക്രിയ പ്രവചനത്തിലും മിക്കവാറും എല്ലാ പ്രവചനത്തിലും യേശുക്രിസ്തു രാജാവായിട്ട് വന്ന് അവരെ ഭരിക്കുവാൻ പോകുന്നു എന്നുള്ള ആ മഹത്വ പ്രത്യക്ഷതയും ആ രാജ്യഭരണത്തിനും വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. പക്ഷേ വന്ന രാജാവ് ഒരു സാധാരണക്കാരനായി പോയി. ഒരു കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറുനരികൾക്ക് കുഴിയുണ്ടായിരുന്നു, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ടായിരുന്നു, മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. ഇങ്ങനെ ഒരു മഷികായെ അവർ വിശ്വസിക്കുമോ? ഒരു രക്ഷയിൽ ഇന്നും വിശ്വസിക്കുന്നില്ല. പ്രത്യേകമായ കൃപ ലഭിച്ചവർക്ക് മാത്രമേ അത് അവർക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ന്യായവിധി അവൻ മാറ്റിക്കളയും. ഇസ്രായേലിന്റെ രാജാവും കർത്താവും നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. ഇത് കർത്താവിനെ കുറിച്ച് സെഫന്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. സെഫന്യാവിന്റെ പുസ്തകത്തിന് ബൈബിളിലെ ഇതര ഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം. സെഫന്യാവും യോവേലും വ്യത്യസ്തമായ പ്രകടനത്തോടുകൂടി യഹോവയുടെ ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബൈബിളിലെ ഇതര പുസ്തകങ്ങളുമായിട്ടുള്ള സെഫന്യാവിന്റെ ബന്ധം, ഈ പുസ്തകത്തെക്കുറിച്ച് ടോട്ടലായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യോവേൽ പ്രവാചകനും യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദ ഡേ ഓഫ് ദ ലോർഡ്. അത് സെഫന്യാവും പറഞ്ഞിട്ടുണ്ട്. സെഫന്യാവ് 3 അധ്യായങ്ങളിലായി 23 പ്രാവശ്യം യഹോവയുടെ ദിവസം എന്നുള്ള ആ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതുപോലെ അത് വളരെ വേഗത്തിൽ സംഭവിക്കും. സെഫന്യാവ് 1:14. ആ ദിവസം കോപ ദിവസം, കഷ്ടതയും സങ്കടവും ഉള്ളത്. സെഫന്യാവ് 1:15, 17. സകല ജാതികളും അതിൽ ഉൾപ്പെട്ടിരിക്കും. 2-ാം അധ്യായം 4. ഒരു ശേഷിപ്പ് മടങ്ങി വരും. സെഫന്യാവ് 3:9. അത് അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണ്. സെഫന്യാവ് 3:14. അപ്പോൾ ഈ ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ബൈബിളിലെ യോവേൽ പ്രവചനം എന്ന് മാത്രമല്ല മറ്റ്
പ്രവാചകന്മാരുടെ വാക്കുകളുമായിട്ട് ഒത്തുപോകുന്ന വാക്കുകളാണ്. സോ ദാറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെഫനായ ആൻഡ് അതർ ബുക്സ്, മറ്റു പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധം. ഇനിയും ഈ ശൂന്യതയും നാശവും സംഭവിക്കുന്ന വലുതും ഭയങ്കരവുമായ ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ പുസ്തകത്തിന്റെ വിഷയം. ന്യായവിധി യഹൂദനും സർവ്വജാതികൾക്കും ഉള്ളതാണ്. എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹവും പ്രത്യാശയും സന്തോഷവും ഉണ്ട്. അപ്പൊ സെഫന്യാവ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ സം ടോട്ടൽ പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ചിന്തിക്കുവാൻ ഉള്ളത്, നാം കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ ദൈവത്തെ അനുസരിക്കാതെ നമ്മുടെ പാപങ്ങളിൽ നാം ജീവിച്ചാൽ അപ്പോഴപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നീതിയോടും ന്യായത്തോടും കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള ഒരു ആത്മീക പ്രബോധനം നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നു. അതുപോലെ സാർവത്രിക ന്യായവിധിയിൽ നിന്ന് യഹൂദ്യയുടെ ന്യായവിധിയിലേക്ക് മാറും. ഈ ഗ്രന്ഥ നിരീക്ഷണത്തില് തുടങ്ങുന്നത് ഒരു സാർവത്രിക ന്യായവിധിയാണ്. സകല ജാതികളെ ദൈവം ന്യായം വിധിക്കും. കുറെ കൂടെ സൂക്ഷ്മമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് യഹൂദയുടെ ന്യായവിധിയായിട്ട് മാറുന്നു. അവര് അതിൽ വളരെ ശ്രദ്ധിച്ച് തങ്ങളെ വ്യക്തിപരമായി വിളിച്ച ദൈവം അവരെ ശിക്ഷിക്കുവാൻ പോകുന്നു എന്നുള്ള ആ പാഠം അവർ മനസ്സിലാക്കണം. മൂന്നാമത് സകല ജാതികളെയും ന്യായം വിധിച്ച് ശുദ്ധീകരിക്കും. ഞാനത് ആദ്യം ചിന്തിച്ച കാര്യമാണ്. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. അപ്പൊ സകല ജാതികളെയും ദൈവം ന്യായം വിധിക്കുന്നു. അപ്പൊ ഇത് വിശാലമായ അർത്ഥത്തിൽ പുസ്തകത്തെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്ന്, യഹോവയുടെ ദിവസത്തിലെ ന്യായവിധി, സെഫന്യാവ് 1 മുതൽ 3 വരെ. 2, യഹോവയുടെ ദിവസത്തിലെ രക്ഷ. ദൈവം ന്യായം വിധിക്കുമെങ്കിലും ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ നീതീകരണം എന്ന് പറയുന്നത് നമുക്കറിയാം. നാം ശിക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു, എന്നാൽ അതിനു പകരമായി തൻ്റെ പുത്രനെ ദൈവം ശിക്ഷിച്ചത് കൊണ്ട് നമ്മുടെ ശിക്ഷ തൻ്റെ പുത്രന്റെ മേൽ ചുമത്തി. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ബിലീവ് ദാറ്റ്, അത് വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ നാം ചെയ്ത പാപപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു പ്രവൃത്തിയും കൊണ്ട് വിമോചനം നേടുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം ആ കാര്യം ഏറ്റെടുത്തു. ഞാൻ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അമേരിക്കയിലെ ഡാളസിൽ നിശ്ചിത സ്പീഡ് ലിമിറ്റിന് ഉപരിയായിട്ട് ഒരു പെൺകുട്ടി കാർ ഓടിച്ചു പോവുകയാണ്. പെട്ടെന്ന് പോലീസ് അവളെ ഫോളോ ചെയ്തു, തടഞ്ഞു നിർത്തി. ഓവർ സ്പീഡിന് അവളെ ചാർജ് ചെയ്യുവാനായിട്ട് ഒരു മൊബൈൽ കോർട്ടുണ്ട്, അതിനടുത്തേക്ക് കൊണ്ടുപോയി. ആ മൊബൈൽ കോർട്ടിൽ ഒരു ജഡ്ജി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് $300 ഫൈൻ അടച്ചു. ഫൈൻ അടയ്ക്കണം, അല്ലെങ്കിൽ 2 മാസത്തെ ജയിൽവാസമാണ്. അപ്പൊ അവളെ നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല. അവൾക്ക് ഈ പൈസ കൊടുക്കാൻ നിവർത്തിയില്ല. അപ്പൊ അവൾ കരയാൻ തുടങ്ങി. അവള് ഈ പണം അടച്ചില്ലെങ്കിൽ അവൾ ജയിലിൽ പോകും. അതുകൊണ്ട് അവൾക്ക് കരയുവാൻ തുടങ്ങി. അപ്പൊ എങ്ങനെ ഈ പെൺകുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്ന് ഈ ന്യായാധിപൻ ചിന്തിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ന്യായപീഠത്തിൽ ആ കോട്ടിട്ട് അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കുട്ടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. അതിന് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം തൻ്റെ കോട്ട് ഊരി ആ ചെയറിൽ വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ പേഴ്സ് എടുത്ത് ഈ $300 അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ പിഴ അടച്ചിട്ട് സ്വതന്ത്രയായിട്ട് പൊക്കോളാൻ പറഞ്ഞു. നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഈവൻ അൺടു ദ ഡെത്ത് ഓഫ് ക്രോസ്. അത് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നു. ഈ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും. സെഫന്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അപ്പോൾ ആത്യന്തികമായി മനുഷ്യൻ പാപിയാണ്. ഇനിയും കൂടെ ഉള്ള പ്രബോധനങ്ങൾ കേട്ടിട്ടും
പാപത്തിൽ ജീവിക്കുന്നു. 2-3 രാജാക്കന്മാരുടെ കാലത്ത് ഇതേ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഹിസ്കിയാവും ആമോനും ഇവർ ഇതേ കാര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡ്, അവരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു അവരോട് സംസാരിക്കുവാൻ, യഹൂദയോട് സംസാരിക്കുവാൻ, ലോകത്തോട് സംസാരിക്കുവാൻ. അപ്പൊ അത് മുഖാന്തരം ഭാവിയിൽ നടക്കുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ ഒരു നിഴലായിട്ട് ഉള്ള പ്രബോധനം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഇതിന്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ കൂടെ പറഞ്ഞിട്ട് സെഫന്യാവിന്റെ പുസ്തകം ഞാൻ അവസാനിപ്പിക്കാം. ന്യായവിധി യഹോവയുടെ ദിവസത്തിൽ 1-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 8 വരെ. സാർവത്രിക ന്യായവിധി 1 മുതൽ 3 വരെ. യഹൂദ ജാതിയുടെ മേലുള്ള ന്യായവിധി 1-ാം അധ്യായം 4, 2-ാം അധ്യായം 3. യഹൂദയുടെ ചുറ്റുമുള്ള ജാതികളുടെ മേലുള്ള ന്യായവിധി chapter 2, 4 and chapter 4:15. ന്യായവിധി യെരൂശലേമിന്റെ മേൽ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ. ന്യായവിധി സകല ലോകത്തിന്റെ പേരും. അത് ടോട്ടൽ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാകും. രക്ഷ യഹോവയുടെ ദിവസത്തിൽ, പരിവർത്തനത്തിനായുള്ള വാഗ്ദാനം. മറ്റൊന്ന് മടങ്ങി വരുവാനുള്ള വാഗ്ദത്തം 3-ാം അധ്യായം 14 മുതൽ 20 വരെ. ഇതിലെ പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് ന്യായവിധിയും വീണ്ടെടുക്കും. മറ്റൊന്ന് യഹോവയുടെ ദിവസത്തിൽ. ഇതിന്റെ കീ വേർഡ് അല്ലെങ്കിൽ ഇതിന്റെ താക്കോൽ വാക്യം 1-ാം അധ്യായം 14-ാം വാക്യം. 1:14 കീ വേർഡ്. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത അത്യന്തം ബന്ധപ്പെട്ടു. കേട്ടോ, യഹോവയുടെ ദിവസം വീരൻ അവിടെ കഠിനമായി നിലവിളിക്കും. ഓക്കെ. 2-ന്റെ 3-ാം വാക്യം. പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായവരോട് അവൻ അന്വേഷിക്കും. സൗമ്യത അന്വേഷിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇവരുടെ കോപദൃശ്യത്തിൽ നടന്നു. ഓക്കെ. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വാക്യം അതാണ്. അപ്പൊ ഹഗായി പ്രവചനത്തിന്റെ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം, യഹോവയുടെ ന്യായവിധി ദിവസത്തിൽ യഹോവ ജനത്തെ രക്ഷിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം, അല്ലേ? യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപങ്ങൾ എത്ര കടുഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. കാര്യം ക്രിസ്തുവിന്റെ രക്തച്ചൊരിച്ചിലിന്റെ ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. അത് മാനുഷിക ബുദ്ധിയിൽ അത് കണക്കാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ 2-ാമത്തെ പ്രവചനം സെഫന്യാവ് ഹഗായി പ്രവാചകനാണ് എഴുത്തുകാരൻ. എഴുതിയ കാലം BC 520 യെരൂശലേമിൽ വെച്ചാണ് എഴുതിയത്. ഹഗായി പ്രവചനം എഴുതിയത് BC 520 യെരൂശലേമിൽ വെച്ചാണ് എഴുതിയത്. ഏകദേശം 4 മാസത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. BC 520 മുതൽ 520 പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് ഹഗായിയുടെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹഗായിയുടെ പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ക്രിസ്തു വരുവാനുള്ള മനോഹരമായവൻ അല്ലെങ്കിൽ മനോഹര വസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. മനോഹരമായവൻ എന്നാണ് ഈ ഹഗായിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ വിഭജനം, ഹഗായി പ്രവചനം ഒറ്റ നോട്ടത്തിൽ ബൈബിളിലെ 37-ാമത്തെ പുസ്തകമാണ്. 2 അധ്യായങ്ങൾ, 38 ചോദ്യങ്ങൾ, അതുപോലെ 3 വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. 14 മുന്നറിയിപ്പുകൾ ഹഗായി പ്രവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു എങ്കിലും അവര് സ്വന്തം വീടുകൾ കെട്ടിപ്പൊക്കുന്നതിനും യഹോവയുടെ കാര്യം അന്വേഷിക്കാതിരിക്കുന്നു. യഹോവയുടെ ആലയം തീവെന്തും ചുറ്റും കിടക്കുന്നു. എന്നാൽ നിങ്ങൾ സ്വന്തം വീടുകളിൽ അത് പണിയുവാനും അതിലേക്കുള്ള ഒരു വലിയ ഓട്ടം നമുക്ക് കാണുവാൻ കഴിയും. അത് ജനറലായിട്ട് എടുത്താൽ
ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. യഹോവയുടെ ആലയം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ കിടക്കുമ്പോൾ ഓരോരുത്തൻ അവരുടെ മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇന്ന് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്, when the temple of God is destructed and spoiled, it continues in that condition. ആ നിലയിൽ തന്നെ അത് തുടർന്നു പോകുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ, തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു. ഇതാണ് ഹഗ്ഗായിലെ പ്രധാനപ്പെട്ട ഒരു ഒരു സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്. ഹഗ്ഗായി എന്നുള്ള വാക്കിന്റെ അർത്ഥം അത്ര ക്ലിയർ അല്ല. എന്നാൽ ഹാഗ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, അതിന് ഉത്സവം എന്ന ഒരു പദമുണ്ട്. ആ എബ്രായ പദത്തിൽ നിന്നാണ് ഹഗ്ഗായി, യഹോവയുടെ ഉത്സവം എന്നർത്ഥം വരുന്ന ഹഗിയാഗ്. ഈ വാക്കിന്റെ ചുരുക്ക രൂപനാമകമാണ് ഈ ഹഗ്ഗായി എന്നുള്ള വാക്ക് വരുവാനായിട്ടുള്ള സാധ്യത എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ബാബിലോന്യ പ്രവാസ അനന്തരം മടങ്ങി വരുന്ന ഒരു പുതിയ കൂട്ടം പ്രവാസികൾ ദേശത്തുണ്ട്. ദേവാലയത്തിന്റെ പണി തുടങ്ങണം. 16 വർഷമായി ആരംഭിച്ച ദേവാലയ പണി ഇതുവരെയും തീർന്നിട്ടില്ല. രണ്ടാമത്തെ ദേവാലയമാണ്. ഒന്നാമത്തെ ദേവാലയം ആര് പണിത? ശലോമോൻ പണിത ദേവാലയം. എത്ര വർഷം കൊണ്ട് ദേവാലയം പണിത്? 7 വർഷം കൊണ്ടാണ് ശലോമോൻ പണിത്. തന്റെ അരമന പണിതോ 13 വർഷം കൊണ്ട് അരമന പണിതു. 7 വർഷം കൊണ്ട് ദേവാലയം പണിതു. അപ്പൊ ആ ദേവാലയത്തിന്റെ ശുശ്രൂഷയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ ദേവാലയം നശിപ്പിച്ചു കളഞ്ഞു. അത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് സമൂലമായിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞു. അവിടെ നിന്ന് 70 വർഷം കഴിഞ്ഞപ്പോൾ യോശുവയുടെയും സെരുബ്ബാബേലിന്റെയും കീഴിൽ ഒരു കൂട്ടം ആളുകൾ മടങ്ങി യെരൂശലേമിലേക്ക് വന്നു. അവരവിടെ വന്ന് ദൈവാലയ പണി ആരംഭിച്ചു. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഹഗ്ഗായി പ്രവചിക്കുന്നത്. പക്ഷെങ്കിൽ അദ്ദേഹം ഇത് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞാലും BC 520, അപ്പോൾ ഏകദേശം ഈ കാലഘട്ടമായി. ഇവര് ഹഗ്ഗായി പ്രവചിക്കുമ്പോൾ ഇവരത് ശരിയായിട്ട് അത് കേൾക്കുന്നില്ല. അവരവര് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കുവാനും അവരുടെ വീട് വെക്കാനും അവർ ഓടുകയാണ്. അങ്ങനെ തന്നെ കിടക്കുന്നു. ഹഗ്ഗായി ജനത്തെ ഉത്സുകരാക്കുവാൻ ധാരാളം പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ടു മേക്ക് ദം ടു കം ബാക്ക്. ദൈവത്തിലുള്ള വിശ്വാസം പുതുക്കുക, അങ്ങനെയുള്ള പ്രബോധനം ഹഗ്ഗായി നൽകുന്നുണ്ട്. നമുക്കറിയാം, കുറെ കഴിയുമ്പോൾ ഈ ദൈവത്തെ അന്വേഷിച്ച് നടന്നിട്ടൊന്നും വലിയ പ്രയോജനമില്ല, എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതിയിലേക്ക് മനുഷ്യൻ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ഇടപെടും, അല്ലെ? ദൈവിക കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലാതെ വരുമ്പോൾ, മലാക്കിയുടെ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ അതാണ് കാണുവാൻ കഴിയുന്നത്. ദൈവിക കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലാതെ വരുന്നു. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുകയാണ്. നമ്മുടെ കാര്യങ്ങൾക്ക് നാം ചെയ്യണം. എന്നാൽ പ്രയോറിറ്റി ഏതിനാണ്? മനുഷ്യന്റെ കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ദൈവിക കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സഭാ കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം ഇടപെടുന്നത്. ഹഗ്ഗായി എന്ന പേര് 9 പ്രാവശ്യം പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഐക്യതാ രീതി എഴുതിയ കാലം ഇവ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥകാരനെ കുറിച്ച് സംശയമൊന്നുമില്ല, ഹഗ്ഗായി തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരൻ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, എബ്രായർ 5:1. ഓക്കെ, അതിന്റെ 6-ാം വാക്യം. ഓക്കെ, ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ ആ കാര്യം റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹഗ്ഗായി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളെ പുതിയ നിയമത്തിൽ റെഫർ ചെയ്തിരിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഹഗ്ഗായി സക്കറിയ പ്രവാചകനും ഒരേ കാലഘട്ടത്തിൽ പ്രവചിച്ചവരാണ്. ഒരു ദേവാലയ പൂർത്തീകരണത്തിനായി ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരുന്നു. ചിലർ ചിന്തിക്കുന്നത് ഹഗ്ഗായിയുടെ ഡേറ്റിനെ കുറിച്ച്
2ഉം 3ഉം അധ്യായത്തിലെ പരാമർശം അനുസരിച്ച് BC 586 മുമ്പ് യഹൂദയിൽ ജനിച്ചു, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ് ഹഗായി ജീവിച്ചിരുന്നതെന്ന് 3ഉം 4ഉം അധ്യായങ്ങള് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകും. എന്നാൽ കൃത്യമായ കാലക്കണക്ക് നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ 520 ബിറ്റ്വീൻ 520 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി BC 538 കോറേശിന്റെ കൽപ്പന പ്രകാരം യഹൂദന്മാർ യെരുശലേമിൽ അവരുടെ ദേവാലയം പണിയുവാൻ മടങ്ങി വന്നു. ഒന്നാമത്തെ മടക്കം സെരുബാബേലിന്റെ നേതൃത്വത്തിലായിരുന്നു. അത് BC 536. ദേവാലയത്തിന്റെ പണി അന്ന് ആരംഭിച്ചു. അത് എസ്ര 4, 5, 6 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആ ദേവാലയത്തിന്റെ പണിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. അപ്പൊ BC 536 സെരുബാബേലിന്റെ കീഴിൽ, യോശുവയുടെയും സെരുബാബേലിന്റെ കീഴിൽ ഒരു സംഘം ആളുകൾ വന്ന് അവരാണ് ദേവാലയത്തിന്റെ പണി ആരംഭിക്കുന്നത്. ഇനി ഹഗായിയുടെ പുസ്തകത്തിന്റെ എന്നാൽ ശമര്യക്കാർ പണി തടസ്സപ്പെടുത്തി. ഈ തടസ്സം യെരുശലേമിലെ ശേഷിപ്പിനെ കടുത്ത അധൈര്യം നേരിടുവാൻ കാരണമാക്കി. അപ്പൊ ശമര്യക്കാർ വന്ന് ഇവർ ദേവാലയം പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കുകയും ഇത് നടക്കാൻ പോകുന്നില്ലെന്ന് പറയുകയും നിരുത്സാഹപ്പെടുത്തി. ഇപ്പൊ നെഹമ്യാവിന്റെ കാലത്ത് മതിൽ പണി നടക്കുമ്പോൾ അതുപോലെ തന്നെ തോബിയാവും സൻബല്ലത്തും വന്ന് അധൈര്യപ്പെടുത്തുന്നു. അപ്പൊ അത് നാച്ചുറലാണ്. ദൈവിക കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ, ദൈവിക കാര്യത്തിന് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു മറ്റുള്ളവർ പിശാചു വന്ന് അതിനെ അധൈര്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇവർ അധൈര്യപ്പെടുത്തിയത് കൊണ്ട് ഒരു പ്രാഥമിക പ്രതീക്ഷ മങ്ങിപ്പോയി. ദേവാലയ പണി തടസ്സപ്പെട്ടു. അവരുടെ കൃഷി വേണ്ട ഫലം നൽകിയില്ല. ബാബിലോണിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു. എവിടെയും ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പ്രയാസമായി തോന്നി. ദേവാലയ പണി ജനങ്ങളുടെ നിരാശ, ആത്മീക നഷ്ടബോധം തുടങ്ങിയ കാര്യങ്ങൾക്ക് വഴി തുറന്നു. ദേവാലയ പണി നിന്നുപോയി. സ്വന്തം വീടുകൾ പണിയുവാൻ തുടങ്ങി. ആത്മീയ കാര്യങ്ങൾക്ക് എതിർപ്പ് എപ്പോഴും ഉണ്ട്. തടസ്സം ഉണ്ടാകുമ്പോൾ അവര് പെട്ടെന്ന് എന്ത് ചെയ്തു? ആത്മീയ കാര്യങ്ങൾ നിർത്തിയിട്ട് അവർ സ്വന്തം വീടുകൾ പണിയുവാനായിട്ട് തുടങ്ങി. അവർ തട്ടിട്ട വീടുകളിൽ പാർക്കണം. ദേവാലയത്തിന്റെ പണി BC 534 നിന്നുപോയി. 536 തുടങ്ങി. ആഫ്റ്റർ 2 years that has been stopped. നിന്നുപോയി. രാഷ്ട്രീയ കാരണങ്ങളും യെരുശലേമിന്റെ പണി കഴിഞ്ഞ് ദേവാലയം പണിതാൽ മതിയെന്ന ഒഴികഴിവും പണി നിൽക്കുവാൻ കാരണമായി. അപ്പം രാഷ്ട്രീയമായ ചില ഒരുപക്ഷെ ഇവരെ ഒരു കൂട്ടം സെരുബാബേലിന്റെ കീഴിൽ മടങ്ങി വന്ന ആ ജനങ്ങളെ അവരുടെ ഒരു ഗവൺമെന്റ് ഒക്കെ രൂപീകരിക്കുക, എങ്ങനെയെങ്കിലും അവർക്ക് യെരുശലേമില് പുതുതായിട്ട് അവരിപ്പോൾ റിലീസ് ചെയ്യപ്പെട്ട ജനങ്ങളാണ്. അപ്പൊ അവർക്ക് ഒരു ഭരണപരമായ ലീഡർഷിപ്പ് ഉണ്ടാകണം. ഈ നിലയിലൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി. സത്യത്തിൽ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന തിയോക്രസിയാണ്. ദൈവിക ഭരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ആഗ്രഹിക്കുന്നതോ ലോകപ്രകാരമുള്ള ഡെമോക്രസിയും ഒക്കെ മനുഷ്യൻ, അല്ലെങ്കിൽ കിങ്ഡം, രാജഭരണം, ഇത് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാര് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഈ കാലഘട്ടത്തിന് മുമ്പ് തന്നെ അവർക്കതുണ്ടായിരുന്നു. അവരുടെ സിദേക്കിയാവിനെ ചങ്ങലക്കിട്ട് രാജാവ് പിടിച്ചുകൊണ്ടുപോയി. അതുകൊണ്ട് രാജഭരണം അവിടെ അവസാനിക്കുകയാണ്, അറിയാമല്ലോ. അപ്പോൾ പിന്നീട് അതുകൊണ്ട് ഇവർ പെട്ടെന്ന് ചിന്തിച്ചു ഞങ്ങൾക്കൊരു ഡെമോക്രാറ്റിക് റൂള് വേണമെന്ന് അവർ ചിന്തിച്ചു. അപ്പോൾ അവര് ദേവാലയം പണിയൊക്കെ മാറി പിന്നീട് സ്വന്തം വീട് വെക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ഹഗായി ഈ നിലയിൽ പ്രവചിക്കുവാനായിട്ട് കാരണമായത്. ഇപ്പൊ രാഷ്ട്രീയമായ കാരണങ്ങൾ, അവർക്ക് മറ്റ് രാജാക്കന്മാരെ പോലെ അല്ലെ മറ്റു രാജ്യങ്ങളെ പോലെ ചുറ്റുപാടുമുള്ള അസീറിയ മുതലായ രാജ്യങ്ങളെ പോലെ ഞങ്ങൾക്കും ഒരു രാജഭരണം വേണമെന്ന് ചിന്തിച്ചു. ഈ സാഹചര്യത്തിൽ ദൈവം പ്രവാചകന്മാരെ ഹഗായിയെയും സക്കറിയാവിനെയും, ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് സക്കറിയാവിനെയും ദൈവം അയക്കുന്നത്, ജനങ്ങളെ ഉണർത്താനായി ശുശ്രൂഷയ്ക്കാക്കുന്നു. ഹഗായി എഴുതിയ കാലം കൃത്യമായി പറഞ്ഞാൽ BC 520. ഇനിയും ഹഗായി 1:15 നിർമ്മാണം പുനരാരംഭിച്ചത് BC 520.
BC 516 പൂർത്തീകരിക്കപ്പെട്ടു. രണ്ടാം ദേവാലയത്തിന്റെ ശുശ്രൂഷ കാര്യങ്ങള് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തില് വായിക്കുന്നുണ്ട്. അവിടെ പിന്നെ നമുക്കറിയാം ഈ ദേവാലയം കണ്ടിട്ട് ദിനവൃത്താന്തത്തിൽ വായിക്കുന്നുണ്ട്. ദേവാലയം കണ്ടിട്ട് പഴയ ദേവാലയം കണ്ട വൃദ്ധന്മാരായ ആളുകൾ കരഞ്ഞു. എന്നാൽ ഈ പഴയ ദേവാലയം കണ്ടിട്ടില്ലാത്ത ചെറുപ്പക്കാർ, കാര്യം ഇത് അത്രയും ശലോമോൻ പണിത ദേവാലയത്തിന്റെ ഭംഗിയൊന്നും ഏതിനില്ല, ഈ ദേവാലയത്തിനില്ല. ഒരു അല്പം കൂടെ ഇൻഫീരിയർ ആയിരുന്നു ഈ ദേവാലയം. അപ്പൊ അതോർത്ത് പഴമക്കാരെ കരഞ്ഞു. എന്നാൽ യുവാക്കന്മാരെന്ത് ചെയ്തു? അവര് ദേവാലയം പണിതല്ലോ എന്നോർത്ത് സന്തോഷിച്ചു, അല്ലെ? അപ്പോൾ ഇന്നും അത് കാണുവാൻ കഴിയും. നമ്മുടെ പഴയ കാര്യങ്ങളെ ഓർത്ത് ഇന്ന് ഒരു കാര്യം നമുക്ക് പറയാനുള്ളതെല്ലാം പഴയ കാര്യങ്ങളാണ്. സായിപ്പിന്റെ കാലവും അതിനു മുമ്പുള്ള കാര്യവും എന്ന് പറഞ്ഞാൽ മയിലിന്റെ കൂട്ടാണ്. മയിലിന്റെ ഭംഗി എവിടാ? അതിന്റെ വാലയിൽ, അതിന്റെ പുറകിലാ ഭംഗി, അല്ലേ? ഈ പുറകിലത്തെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോ നമ്മുടെ ജീവിതം എങ്ങനെ? അതാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അവരുടെ കാലത്ത് അവർ ജീവിച്ചു, സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. ബട്ട് ഹൗ ഡു യു ലീവ്? നമ്മൾ എങ്ങനെ ഇപ്പോൾ ജീവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ പുതിയ 516 പൂർത്തീകരിക്കപ്പെട്ടു. അത് എസ്രായുടെ പ്രവചനം 6:15 വാക്യത്തിലുണ്ട്. നിയമപ്പെട്ടവും ഷെക്കൈന തേജസ്സും ഊറീമും തുമ്മീമും പുതുതായി പണി കഴിച്ച ദേവാലയത്തിൽ ഇല്ലായിരുന്നു എന്ന് യഹൂദ തൽമൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാര്യാവേശിന്റെ കാലത്താണ് ഹഗ്ഗായും സക്കറിയാവും ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇപ്പം പേർഷ്യൻ രാജാവായ ദാര്യാവേശിന്റെ കാലത്താണ് ഇവരുടെ ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ യഹൂദ തൽമൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, പുതിയ ദേവാലയത്തിൽ അവരുടെ ഊറീമും തുമ്മീമും ഷെക്കൈന തേജസ്സും ഇല്ലായിരുന്നു. കാരണം എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ച് നമുക്കറിയാം, ദൈവത്തിന്റെ തേജസ്, ദൈവ തേജസ് ഉമ്മരപ്പടിമേൽ കണ്ടു. പിന്നീട് അത് അവിടെ നിന്ന് പറന്ന് അവിടെ നിന്ന് പോയി. പിന്നീട് അത് മടങ്ങി വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല. ഇന്നവിടെ ദേവാലയം ഇല്ല. ഈ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നശിപ്പിച്ചതാണ്. ഈ രണ്ടാമത്തെ ദേവാലയം ഭാഗികമായിട്ട് അന്ത്യോക്യസ് എപ്പിഫാനസ് നശിപ്പിച്ചു, അല്ലേ? ഇനി ആ ദേവാലയമാണ് AD 46 വർഷം കൊണ്ട് ഹെരോദ രാജാവ് പണിതു. ഈ ദേവാലയം നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. അത് AD 70 ടൈറ്റസ് കൈസർ അത് സമ്പൂർണമായിട്ട് നശിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇന്നവിടെ ദേവാലയമില്ല. ദേവാലയം പണി പോലുള്ള എല്ലാ കാര്യങ്ങളും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇസ്രായേലിലുണ്ട്. ഹൗ ടു മേക്ക് ദി ടെമ്പിൾ, അതിന്റെ പഠനത്തിന് വേണ്ടിയുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ, ടെമ്പിൾ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട്. അവര് സാധാരണ ദേവാലയത്തിൽ വെക്കുന്ന മെനോറ എന്ന് പറയുന്ന ആ കവരവിളക്ക്, അല്ലെ? ആ കവരവിളക്കൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ആ ദേവാലയം ഇരുന്ന സ്ഥലത്ത് പണിയുവാൻ വന്നാൽ അതൊരു വലിയൊരു യുദ്ധം തന്നെ ആയിരിക്കും. ആ യുദ്ധത്തിന്റെ കെടുതികളും ഇതൊക്കെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് അവർക്ക് ദേവാലയം ഇല്ല. ഹഗായി പ്രവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായം 9-ാം വാക്യത്തിലെ വാഗ്ദത്തം പുതുതായി പണിത ദേവാലയം ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയാണ്, ഒരു ആത്മീകമായ ചിന്തയാണ്. മഹാനായ ഹേരോദ് ദൈവാലയം 46 വർഷം കൊണ്ട് പുതുക്കി പണിത് കുറെ കൂടെ ഭംഗിയാക്കി. നമ്മുടെ കർത്താവ് ഈ ദേവാലയത്തിൽ വന്നപ്പോഴൊക്കെ ദൈവ മഹത്വം കൊണ്ട് നിറഞ്ഞിരുന്നു. Whenever Lord entered the temple, ആ ദൈവത്തിന്റെ മഹത്വം അവിടെ നിറഞ്ഞു എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ ദേവാലയം പൊളിക്കുക, ഞാനത് 3 ദിവസം കൊണ്ട് പണി. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുവാനുള്ള സുപ്രധാനമായ ഒരു കാരണം, ഇവൻ ദൈവദൂഷണം പറയും. Demolish this temple, I am going to build it in 3 days time. 3 ദിവസം കൊണ്ട് ഞാനത് പണിയും. അപ്പൊ അത് നടക്കുന്ന കാര്യമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? തന്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇത് അവർക്ക് മനസ്സിലാകത്തില്ല. അവരിത് തെറ്റിദ്ധരിച്ചു, അവനെ എറിയുവാൻ കല്ലെടുത്തു. ഈ ദേവാലയത്തിലേക്ക് നമ്മുടെ കർത്താവ് വന്നപ്പോൾ ആദ്യം ചെയ്തത് ഈ ദേവാലയം ശുദ്ധീകരിക്കുകയായിരുന്നു. അതിന്റെ കാരണം,
ജാതികൾക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ ജാതികളുടെ പ്രാകാരം അവിടെ ഉണ്ടായിരുന്നു. ഈ ജാതികളുടെ പ്രാകാരത്തിലാണ് മഹാപുരോഹിതന്മാരുടെ ബിനാമികൾ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇന്നും നമുക്കത് കാണാൻ കഴിയുമ്പം പല പള്ളികളും പല ദേവാലയ സമുച്ചയത്തിലൊക്കെ നമ്മൾ ചെന്നാൽ അവിടെ ഭയങ്കര ബിസിനസ് നടക്കുന്നു. അപ്പൊ കർത്താവ് കയറിയപ്പോൾ നിങ്ങൾ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചാട്ടവാറെടുത്തു. ആരെ അടിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല, പക്ഷെ മേശയൊക്കെ മറിച്ചിട്ടു അല്ലേ. ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, ആദ്യമായിട്ട് ലാത്തി ചാർജും തൊഴിയും പഠിപ്പിച്ചത് കർത്താവാണ്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്. യേശുക്രിസ്തു പല മാതൃകകളും കാണിച്ചതുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള ആളുകളെ ചവിട്ടി പുറത്താക്കാനായിട്ട് പഠിപ്പിച്ചത് യേശുക്രിസ്തു തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് അതിനെ ശുദ്ധീകരിച്ചു. ആ ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞാണ് കർത്താവ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പക്ഷെ ഉടനെ തന്നെ അവര് ഹോശന്ന പാടിക്കൊണ്ട് കർത്താവിനെ എതിരേറ്റു. അല്പം കഴിഞ്ഞപ്പോൾ കർത്താവിനെ ഇവനെ ക്രൂശിക്കാം എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഹഗായി പ്രവചനത്തിൽ ക്രിസ്തുവിന്റെ സാമീപ്യവും ക്രിസ്തു ദേവാലയമായിട്ട് പുതിയ ദേവാലയം പണിയുമ്പോൾ അതിനെ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എൻ്റെ ദാസനായ ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലെ ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മശിക പരമ്പരയുടെ കേന്ദ്രമായി സെരുബ്ബാബേലിനെ കാണുന്നു. യോസേഫും മറിയയുമായുള്ള തലമുറ ബന്ധം സെരുബ്ബാബേലുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അങ്ങനെ ഹഗായി പ്രവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിന്റെ നിദർശനം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹഗായി പ്രവചനം ബൈബിളിന് നൽകുന്ന സംഭാവന, അത് സന്ദേശം കൊണ്ട് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുകയും പെട്ടെന്ന് ഫലം ഉളവാക്കുകയും ചെയ്ത പ്രവാചകന്മാരിൽ ഒരാളാണ് ഹഗായി. അപ്പൊ ഹഗായിയുടെ ആ പ്രവചനത്തിന് സാരമായ ശക്തി ഉണ്ടായിരുന്നു. നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു, ദൈവാലയം ദൈവത്തെ ചുറ്റും കിടക്കും, കം ബാക്ക്, മടങ്ങി വരിക എന്നുള്ള ശക്തമായ ആഹ്വാനം. ജനങ്ങൾ അത് കേട്ടു. ജനങ്ങൾ മടങ്ങി വന്നു, ദേവാലയ പണി കണ്ടിന്യൂ ചെയ്തു അല്ലേ. അത് ഹഗായിയുടെ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജനങ്ങൾ ദേവാലയത്തിന്റെ പണി പുനരാരംഭിച്ചു. 14 വർഷത്തിനുള്ളിൽ ആദ്യം നടക്കുന്ന സംഭവമാണ്. രണ്ടാമത്തെ ദേവാലയ പണി ഇസ്രായേലുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഒരു തുടക്കമായിരുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്യുന്നു. 2:19 വാക്യം. ഇസ്രായേലിന്റെ ആത്മീക ജീവിതത്തിന്റെ പുനരാരംഭം കൂടെയാണ് തന്റെ വാക്കുകൾ. ദൈവിക അധികാരത്തിലാണ് അരുളി ചെയ്യുന്നത്. യഹോവ അരുളി ചെയ്യുന്നു എന്ന് 26 പ്രാവശ്യം ഹഗായി ആവർത്തിക്കുന്നു. യഹോവ അരുളി ചെയ്യുന്നു, ദൈവികമായ അരുളപ്പാട്. അപ്പം ഹഗായി പറയുന്ന കാര്യങ്ങൾ എൻ്റെതായിട്ടുള്ള വാക്കുകളല്ല. This is the commandment of the Lord. I urge you, brethren. ദൈവം അവരോട് സംസാരിക്കുന്ന അതേ ഭാഷയിൽ തന്നെയാണ് ഹഗായി സംസാരിച്ചത്. 14 വർഷത്തിന് ശേഷമാണ് അവർ മടങ്ങി വരുന്നത്. പണി ആരംഭിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ പണി നിന്നുപോയി. പിന്നീട് 14 വർഷം പണിതില്ല. തുടർന്ന് പണി ആരംഭിച്ചു. പെട്ടെന്ന് അവർ ദൈവാലയ പണി തീർത്തു. ഈ കാര്യങ്ങൾ അത് അപ്പം ഒരു പ്രവാചകന്റെ വാക്കുകൾ കേട്ട് വ്യക്തമായ ഒരു മടങ്ങിവരവ്, ക്രിയാത്മകമായ ഒരു മടങ്ങിവരവ് നടത്തിയത് ഈ ഹഗായി പ്രവചനത്തിലാണ്. ജനങ്ങൾ മടങ്ങി വന്നു, ദൈവാലയം പണിതു. ദൈവത്തിന്റെ അവരുടെ പ്രയത്നത്തെ ദൈവം മാനിച്ചു. ഹഗായിയുടെ 4 അരുളപ്പാടുകൾ ദൈവത്തിന്റെ 4 വിധ ഇടപെടലുകൾക്ക് കാരണമായി തീർന്നു. 4 നിലയിൽ ദൈവം അവരോട് ഇടപെട്ടു. ഹഗായി പ്രവചനത്തിലെ ചില കാര്യങ്ങൾ: രണ്ടാമത്തെ ദേവാലയത്തിന്റെ പൂർത്തീകരണം, പിന്നെ രണ്ടാമത്തെ ദേവാലയത്തിന്റെ മഹത്വം, അനുസരണത്തിന്റെ ഫലമായുള്ള അനുഗ്രഹം, വാഗ്ദത്ത പ്രകാരമുള്ള ഭാവികാല അനുഗ്രഹം. ഹഗായിലെ താക്കോൽ വാക്ക് ദൈവാലയം പുനർനിർമ്മാണം എന്നുള്ളതാണ് എൻ്റെ താക്കോൽ വാക്ക്. 2-ാം അധ്യായം ഇതിലെ സുപ്രധാന അധ്യായമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം
അവരോട് ശക്തമായി ഇടപെടുന്നുണ്ട്. അത് ഒരു മടങ്ങി വരവിന് കാരണമായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുമ്പോൾ ഒന്നാമത് ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന് നാം മനസ്സിലാക്കണം. ഇപ്പം ബൈബിൾ വായിക്കുന്ന എത്രയോ പ്രമാണങ്ങൾ ബൈബിളിലുണ്ട്, നമ്മൾ അടിച്ചുവിട്ട് വായിച്ചു പോകും. പക്ഷെ ഇത് ഒറാക്കിൾസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒട്ടനവധി പ്രാവശ്യം വായിച്ചത് കൊണ്ട് അതിൻ്റെ ആ ശക്തി നഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ നിങ്ങൾ ദുർബലമാക്കുന്നുവെന്ന് കർത്താവ് പരീശന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് നമ്മളുടെയും കാലം കൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ശക്തിയെ ദുർബലമാക്കി കളയുന്നു. അത് അനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുമ്പോൾ മടങ്ങി വരുവാനൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഒരു മടങ്ങി വരവ് നടന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഇനിയും ഉണർവ് ആരംഭിച്ചത് പ്രസ്ഥാനങ്ങളിൽ നിന്നല്ല, ആണോ? ഒരിക്കലുമല്ല. വ്യക്തികളിൽ നിന്നാണ് ഉണർവ് ആരംഭിച്ചത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നെഹമ്യാവ്. നെഹമ്യാവ് ജനങ്ങള് ബാബേലിലേക്ക് വന്നു. അവര് ഇനിയും ഇതായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതി എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ നെഹമ്യാവ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഈ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോൾ തൻ്റെ അവിടെ യെരൂശലേമിൽ നിന്ന് ഹനാനിയും മറ്റാളുകളും ഒക്കെ വന്നു. അവരോട് യെരൂശലേമിന്റെ മതിൽ തീവെത്തും ചുറ്റും കിടക്കുന്നു എന്നുള്ള ദുഃഖകരമായ ആ വാർത്ത നെഹമ്യാവ് അറിഞ്ഞു. അവൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ സമയം ചിലവഴിച്ചു. രാജാവിനെ സമീപിക്കുവാനായിട്ട് തീരുമാനിച്ചു. അവന്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ദൈവത്തിന് മനസ്സിലായി. നെഹമ്യാവിന്റെ പ്രാർത്ഥനയും ദ ആറ്റിറ്റ്യൂഡ് ഓഫ് നെഹമായ, ദൈവം അതിനെ മാനിച്ചു. നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ദൈവം അവന് ഗ്രാന്റ് ചെയ്തു, അല്ലെ? ഗ്രാന്റ് ചെയ്തപ്പോൾ അവർക്ക് മടങ്ങിപ്പോകുവാനും മതിൽ പണി ആരംഭിക്കുവാനും ഇടയായിത്തീർന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. അത് ക്രിസ്തീയ ജീവിതത്തില്, സഭാ ജീവിതത്തില്, ഏത് കാര്യത്തിലും ഒരു കാര്യത്തിൽ ദൈവത്തിന്റെ വചനം അരുളി ചെയ്യുന്ന കാര്യത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളത് നാം തീർച്ചയായിട്ടും ചിന്തിക്കണം. നമുക്കറിയാം, ഹഗായിയുടെ പ്രവചനത്തിൽ ഒന്നാമത്തെ മെസ്സേജ്, 1-ാം അധ്യായം 1 മുതൽ 15 വരെ, അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ എക്സ്ക്യൂസസ് പറയുന്നത് നിർത്തുക. സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ് ബിഫോർ ഗോഡ്. രണ്ടാമത്തെ കാര്യം, സ്റ്റാർട്ട് കൺസിഡറിങ് യുവർ വേയ്സ്. നിങ്ങളുടെ വഴികളെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? മനോഭാവം എന്താണ്? പിന്നെ ദൈവത്തെ സേവിക്കുവാനായിട്ട് ആരംഭിക്കുക. മടങ്ങിപ്പോയതിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തെ വിട്ടുപോയതിൽ നിങ്ങൾ മടങ്ങി വരിക. ദൈവത്തെ സേവിക്കുവാനായിട്ട് ആരംഭിക്കുക. രണ്ടാമത്തെ മെസ്സേജ് ഒരു താരതമ്യമാണ്. അവര് നിരാശപ്പെട്ടു പോകുന്ന ഒരു താരതമ്യം. രണ്ടാമത് എൻകറേജ് ചെയ്യുന്നു, അവര് ധൈര്യപ്പെടുന്ന സാഹചര്യം. പിന്നീട് നെഹമ്യാവ് പറയുന്നത് ബി സ്ട്രോങ്, ഭയപ്പെടരുത്, ബലപ്പെട്ടിരിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം തിരികെ വരും. 6ഉം 7ഉം അധ്യായത്തിൽ അതാണ് പറയുന്നത്. പിന്നെ ഗോഡ് വിൽ പ്രൊവൈഡ്. ഹഗായിയുടെ ദൂതിലെ സുപ്രധാനമായ കാര്യം, ദൈവം നിങ്ങളെ സഹായിക്കും. ഇനിയും 3-ാമത്തെ സന്ദേശം, അത് ദ ക്വസ്റ്റ്യൻ ഓഫ് ഡിഫൈൽമെന്റ്. ദൈവിക പ്രമാണങ്ങളെയും ദൈവാലയത്തെയും അവര് വൃഥാവാക്കി കളയുന്നു, അല്ലെങ്കിൽ അശുദ്ധി അവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ദ അഷ്വറൻസ് ഓഫ് ബ്ലെസ്സിങ്, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉറപ്പ് അവിടെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. 4-ാമത്തെ മെസ്സേജ്, വരുവാൻ പോകുന്ന ന്യായവിധി, ദ കമ്മിങ് ജഡ്ജ്മെന്റ്. മറ്റൊന്ന്, മശിഹ എത്രയും വേഗം
ഈ എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ദ കമ്മിങ് ഓഫ് ദ മെസ്സയ, അല്ലെ? മശിഹയുടെ വരവാണ് ഈ പ്രവാചകന്മാരുടെ എല്ലാം ആത്യന്തികമായ സന്ദേശത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മശിഹയുടെ വരവാണ്. ഓക്കെ.